അപ്പോ സിനിമയുടെ ക്ലൈമാക്സ് എന്ന് പറയുന്ന പോലെ സ്റ്റാർ മാജിക്കിന്റെ എപ്പിസോഡിന്റെ ക്ലൈമാക്സ് എപ്പോഴും ശുഭം എന്ന് പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് ജയിച്ച ടീം തോറ്റ ടീമിനുള്ള ഒരു റിവാർഡ് കൊടുക്കുകയാണ്, അല്ലെങ്കിൽ ഒരു അവാർഡ്. അതെ അതെ. ആരാണ് ഏറ്റവും ആദ്യം പോണേ? അറിയാലോ, എല്ലാവർക്കും അറിയാലോ ആരാണെന്ന്. ഞാനേ ഒരു സ്വപ്നം കണ്ടായിരുന്നു വെളുപ്പാങ്കാലത്ത്. വെളുപ്പാങ്കാലത്ത് ഇവൻ ഇവിടെ ഇങ്ങനെ നിൽക്കുന്ന അടി മേടിക്കണു അനുവിന്റെ അടുത്തുനിന്ന്. വെളുപ്പാങ്കാലത്ത് അതും ഒരു കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചല്ലേ? ഇത്രയൊക്കെ ബിൽഡപ്പ് കൊടുത്തിട്ട് അവന്റെ അരക്ക് മേലോട്ട് അടിച്ചിട്ട് വന്ന നീ ചവിട്ടുള്ളൂ കേട്ടോ. എന്താ അടിമാലി? Ready? 1 അടിച്ച് തെറിപ്പിച്ചിട്ട് 2 ചർച്ച 2 3 go. നല്ലടി. എന്റെ അച്ഛൻ തന്നു വിട്ടതാ കരിപ്പെട്ടി മിഠായി. ഇത് കഴിച്ചാൽ വേദനയൊക്കെ മാറും. കരിപ്പട്ടി മിഠായി എന്നല്ല ഇത്. ഒന്ന് രാവിലെയും എവിടെ ഞാൻ ഇട്ടേ. അവന് ഷുഗർ ഉള്ളതാ കൊച്ചെ. കൊതിത്തനെ കാണിക്കില്ല, ഇനി തരാല്ലോ. ഒരു സിനിമാടി പറഞ്ഞ കൊയ്ത്തനെ കാണിക്കല്ലേ. കോഴിയാണെന്ന് അറിയാം. ശരി, എങ്ങനെയാണ് നിന്റെ അച്ഛൻ ഇത് എല്ലാരും കൊടുക്കണം? ഈ സൈസ് കണ്ടില്ലേ? സൈസിനൊത്തേ തരുവുള്ളൂ അച്ഛൻ. എല്ലാരും മനസ്സിലാക്കുക, സ്വന്തം മോള് കൊണ്ടുവരുന്ന കച്ചവടം ചെയ്യണ അച്ഛൻ ഉണ്ടാക്കി കൊടുത്ത സാധനം കഞ്ചാവ് മിഠായി. ഓക്കെ, ആയുർവേദമാണ്. ഇപ്പൊ ആയുർവേദത്തിൽ പോയി ഞാൻ കൊടുക്കുന്ന കേട്ടാ അച്ഛൻ. അല്ല അതെ, ഈ വായിലിട്ടേക്കണം മിഠായി ഇപ്പൊ കഴിച്ച ഷുഗർ കൂടി പുറകോട്ട് മറിയും. അതിനു മുമ്പ് എന്തിനും പറയാണ്ട് ഈ പറഞ്ഞോ. എപ്പിസോഡ് കഴിയാറായി. അപ്പൊ എന്തെങ്കിലും ഒരു സാധനം അടിക്കണമല്ലോ, അടിച്ചിട്ട് പോണമല്ലോ. ആ പിള്ളേരെ തൃപ്തിപ്പെടുത്തണ്ടേ? ഒന്നും അല്ല, പോയി ഈ ഷുഗറൊക്കെ 500 ആയി കയറിയിരിക്കല്ലേ അല്ലേ? അത് ഒരു മെഡിക്കൽ കോമഡി കൂടെ. അത് പറയണ്ട, എല്ലാവർക്കും അറിയാം അത് പ്രശ്നം. നമ്മുടെ ഷോ ഡയറക്ടർ അനുവേട്ടൻ രാവിലെ എന്നെ കാണുമ്പോ ചോദിക്കും, അല്ല അജൂബ് ഷാ പുതിയ പാട്ടൊന്നും ഇന്നില്ലേ? എന്നെ ആരാ വിളിച്ചെന്ന് പറഞ്ഞാൽ നീ അങ്ങോട്ട് ഡയറക്ടറെ വിളിച്ച് സാറേ ഞാൻ പാട്ടും പാടിക്കോളാം, എന്നെ ഇവിടെ നിലനിർത്തണമെന്ന് വിളിക്കാനല്ല നീ. അജൂബ് ഷാ പുറത്ത് അച്ഛനമ്മയും വന്നേക്കണോ? അവൻ തന്നെ തീരുമാനിക്കുന്നു, അവൻ തന്നെ പാടുന്നു. വാർത്തയാൽ പേസാതെ കണ്ണുകളാൽ തെരുകിன்ற ഉற்சாகமேகம் தான் കാതൽ. ഒരു ഞങ്ങൾക്ക് തോന്നി കോപ്പി ആണെങ്കിൽ ഞങ്ങളെ ടീം പൊളിക്കും. ഇതിന്റെ മലയാളം പാട്ട് ഞാൻ പാടിയതാണ്. അവൻ ട്യൂൺ ചെയ്ത പാട്ടാന്നാ പറഞ്ഞ, ഞാൻ മ്യൂസിക് ചെയ്ത പാട്ടാണ്. വാർത്തയാൽ പേസാതെ കണ്ണുകളാൽ തെരുകിன்ற உற்சாகமேகம் தான் காதல். வார்த்தையால் பேசாத கண்களால் தெரிகின்ற உற்சாகமேகம் தான் காதல். இரவோடு இரவிலும் சொல்லித் தீராதே, ஆகாயம் முடிந்தாலும் மாய்ந்து போகாதே, காதலின் பேரின்பம். ஓ കാതലിൻ പേരിമ്പം മൊഴികൊണ്ട് പറയാതെ മിഴികൊണ്ട് അറിയുന്ന ഉന്മാദമുകിലാടും പ്രണയം. നീ ട്യൂൺ ചെയ്ത പാട്ടിന്റെ അച്ഛനാണ് അമ്മയാണോ കാതൽ രാജാവ്? ഇത് വേറെ ട്യൂണാണ്. ടീം വന്നിന്നോപ്പാ. ഒരു പാട്ടുകാരൻ എന്ന നിലയിൽ എങ്ങനെ ഉണ്ടായിരുന്നു എന്റെ പാട്ട്? പറയാം. പാട്ടുകാരൻ സത്യസന്ധമായിട്ട് മനസ്സിൽ തട്ടി പറയണം. അല്ല, നീ പാട്ടുകാരനല്ലല്ലോ, പിന്നെ എങ്ങനെയാണ് ആ നിലയിലെത്തണത്? ഞാനല്ല, താനൊരു പാട്ടുകാരനല്ലേ? ഞാനൊരു പാട്ടുകാരനാണ്, ഞാൻ എന്നെ തന്നെ പറയൂല മച്ചാനെ. അതല്ലടാ ഞാൻ പറഞ്ഞത്. പൊട്ടനാണെന്ന് തെളിയിക്കല്ലേ ആൾക്കാർ കാണുന്നത്. ഇതാ പറഞ്ഞത് അച്ചായൻ മണ്ടനാണെന്ന്. നല്ല പാട്ടായിരുന്നു. താങ്ക് യു ചേച്ചി, താങ്ക് യു സോ മച്ച്. താങ്ക് യു തോമസോ. ഇതിന് ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ നീ പാട്ടുകാരനാണെന്ന് ഞാൻ അംഗീകരിക്കാം. എന്നാ പറ. കൊല്ലത്തിൽ ഒരു പ്രാവശ്യം വരുന്ന ഗസ്റ്റ് ആരാ? കൊല്ലത്തിൽ ഒരു പ്രാവശ്യം? കൊല്ലത്തുളസി. കൊല്ലത്തിൽ ഒരു പ്രാവശ്യം വരുന്ന ഗസ്റ്റ് ലോകത്തിലെ എല്ലാവർക്കും അറിയാം. ഗസ്റ്റിനെ മലയാളിക്ക് മാത്രമല്ല, ലോകത്തിലെല്ല ലോകം ഉണ്ടോ എല്ലാവർക്കും അറിയാം. പറയണ്ട, ഇവിടെ ചോദിച്ചത് അവിടെ പറഞ്ഞു. ഞാൻ ഓഗസ്റ്റ് കറക്റ്റാ. നല്ലൊരു കൈ എടുത്തു. ഓഗസ്റ്റാ. ഇത് ശരിയല്ല, ഇത് ബാക്കിൽ. അല്ലല്ല, വേറൊരു വെറൈറ്റി സാധനമാ. ഇന്ന് തിരിച്ചു കൊള്ളാനുള്ള പരിപാടിയാണ്. ബാഹുബലിയുടെ അടുത്ത് പോലും ശിവാജി ഗണേശ സ്റ്റൈല് അല്ലേ? അടി. അത് കൊള്ളാം.